വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ക്രിസ്തീയ സന്ദേശം ലോകശ്രദ്ധ നേടുന്നു. ഓശാന ഞായറാഴ്ചയാണ് ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള യാത്രയുടെ പ്രാധാന്യത്തെയും അവിടുത്തെ പുനരുദ്ധാനത്തിൽ കാണപ്പെടുന്ന പ്രത്യാശയെക്കുറിച്ചും ട്രംപ് സംസാരിച്ചത്. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും പുനരുദ്ധാനവും ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. മരണത്തെ കീഴടക്കിയ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചവനാണ് യേശുക്രിസ്തുവെന്നും ട്രംപ് തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള യാത്ര ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ തയ്യാറെടുപ്പാണെന്നും ട്രംപ് പറഞ്ഞു. ഒരു ക്രിസ്തുമത വിശ്വാസിയാണെങ്കിലും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ഒരു വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ശേഷം മുതൽ ട്രംപ് പരസ്യമായി ക്രിസ്തുവിനെക്കുറിച്ചും ക്രൈസ്തവ മൂല്യങ്ങളെക്കുറിച്ചും പരസ്യമായി പ്രഘോഷിക്കാൻ ആരംഭിക്കുന്നത്. മരണത്തിൽ നിന്നും തന്നെ രക്ഷിച്ചത് ദൈവമാണെന്ന് ആളുകൾക്ക് മുമ്പായി ഏറ്റുപറഞ്ഞ ട്രംപ് സ്ഥാനമേറ്റ ശേഷം രാജ്യത്തെ ക്രിസ്ത്യൻ വിരുദ്ധതയെ തടയുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സ് ആരംഭിക്കുകയും ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കായി വൈറ്റ് ഹൗസിൽ ഒരു ഫെയ്ത്ത് ഓഫീസും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് ക്ഷണിക്കപ്പെട്ട സുവിശേഷ പ്രഘോഷകർക്കൊപ്പം പെസഹ വ്യാഴത്തിലെ ചടങ്ങും ഈസ്റ്റർ ദിനാഘോഷങ്ങളും നടത്തപ്പെടും.